എപ്പോഴും ഫോണിലാണല്ലോ മോളെ. സമയം മോളിൽ അച്ഛൻ. രാമേട്ടാ കൈ വീശിങ് പോയി എടുത്തോണ്ടൊന്നുകൂടെ ഇതൊക്കെ. രാമേട്ടാ ഫുഡായേ? നമ്മളടുത്ത് മിണ്ടാത്തവരടുത്തേ നമുക്ക് മിണ്ടണ്ട. അച്ഛാ എവിടെ പോണ അച്ഛാ? ഞാൻ അവിടെ ഇരി അച്ഛാ. ഇരി അച്ഛാ. അച്ഛൻ്റെ അല്ലേ വീട്? അച്ഛൻ എന്തിനാ എണിച്ചു പോണേ? മണി മണി എന്താ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. വെള്ളം അല്ലേ ഇതാ ഇരിക്കുന്ന. നീ മണി വന്നാലേ വെള്ളം കിട്ടുള്ളൂ. ഞാൻ എന്റെ ഭാര്യയല്ലേ വിളിച്ചേ. എനിക്ക് ഇഷ്ടമുള്ളപ്പോ എന്റെ ഭാര്യയെ വിളിക്കും, ഇഷ്ടമുള്ളത് ചോദിക്കും. കൂടുതൽ ഷോ കാണിക്കല്ലേ. അല്ലെങ്കിൽ എനിക്കറിയാം ഭാര്യയും മക്കളടുത്ത് മാത്രമേ സ്നേഹമുള്ളൂ. കൂടപ്പുറപ്പിനെ കണ്ടൂടല്ലോ. കൂടപ്പുറപ്പിനോട് സ്നേഹം കൂടിയോണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറ്റിയത്. അല്ലെങ്കിൽ ഇനി എനിക്ക് ആരെയും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് എപ്പോഴും ഇനി എന്റെ രാമേട്ടൻ കാണും. രാമേട്ടന്റെ കാര്യം മാത്രം നോക്കിയാൽ മതില്ല എനിക്ക്. ആര് വേണമെങ്കിൽ എനിക്കെന്ത്. അതന്നെ, കുടുംബത്തോടും കൂടപ്പുറപ്പിനോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കില്ലായിരുന്നു. അതെ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങോട്ട് മാറി എന്ന് സംസാരിക്കും. അല്ലാതെ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് കളിക്കുകയല്ല വേണ്ടത്. അതെ അണ്ണാ, നമുക്കൊരു തെറ്റ് പറ്റിയ അണ്ണ അണ്ണാങ്ങ് ക്ഷമി. നമുക്ക് ഇനിയും പിരിഞ്ഞ് ജീവിക്കാൻ പറ്റില്ലാത്തോണ്ടല്ലേ നമ്മൾ അങ്ങനെ ചെയ്തത്. കള്ളം പറഞ്ഞ് കല്യാണം നടത്തുന്നതെന്നും അത്ര മാന്യന്മാർക്ക് ചേർന്നൊന്നും പണില്ല. കള്ളം പറഞ്ഞ് കല്യാണം നടത്തിയതുകൊണ്ട് കല്യാണത്തിന് ശേഷം ഞാൻ ഇവിടെ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പോവില്ലായിരുന്നോ? അത് ശരിയാണ് അച്ഛാ. അങ്കിളിന് ജോലിയും കൂലി ഉണ്ടായിരുന്നെങ്കിൽ അപ്പച്ചി ഇവിടെ കാണാൻ പറ്റൂലായിരുന്നല്ലോ. ഒരു പൂല് ഇതാകുമ്പോ നമുക്ക് എപ്പോഴും അപ്പച്ചിയെ കണ്ടോണ്ടിരിക്കാമല്ലോ, എപ്പോഴും കൂടെ ഉണ്ടാവൂലേ. അല്ലെങ്കിൽ ഞാൻ എവിടെ പോയി തുറഞ്ഞ ആർക്കെന്ത്. അണ്ണാ അണ്ണ എന്നെ എന്ത് വേണമെങ്കിൽ പറഞ്ഞു അണ്ണാ. ഞാൻ പണ്ട് ഒരു പുറമ്പോക്കാണ്, എനിക്കറിയാം. പക്ഷെ ഇവള് അണ്ണന്റെ കുഞ്ഞു പെങ്ങളായിരുന്നു. ഞാൻ ഇവിടെ കരയാൻ മാത്രമൊന്നും പറഞ്ഞൊന്നുമില്ല. വേണ്ട വേണ്ട, നിന്റെ ഈ അഭിനയൊന്നും വേണ്ട. നീ വിചാരിച്ച് നീ എന്റെ മുമ്പിൽ കരഞ്ഞു കാണിച്ചാൽ ഞാൻ എല്ലാം മറക്കുന്നല്ലേ? നീ എന്താണ് പറഞ്ഞത്? കൂടപ്പുറപ്പിനോട് സ്നേഹമില്ലെന്ന്. എടി, നീ ജനിച്ച നാൾ മുതൽ നമ്മൾ തമ്മിൽ പ്രായത്തിൽ നല്ല വ്യത്യാസമുള്ളതുകൊണ്ടേ പിന്നെ ഞാൻ ഒരു സഹോദരിയായിട്ടല്ല, എന്റെ മോളായിട്ടാണ് കണ്ടിരുന്നത്. കണ്ടോണ്ടല്ലോ, ഇവളെ നോക്കാൻ വേണ്ടിയാ ഞാൻ വീട്ടിൽ ഇരിക്കും, കൂട്ടുകാർ കളിക്കാൻ പോകുമ്പോ. അത് കൊള്ളാച്ചാ. അല്ല അവരെ കളിക്കാൻ കൂട്ടാത്തല്ല. അമ്മ ജോലിക്ക് പോകുമ്പോ വേറെ ആരുമില്ല ഇവിടെ നോക്കാൻ. ഞാൻ വീട്ടിൽ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. കൂടപ്പുറപ്പിനോട് സ്നേഹമില്ല പോലും. പിന്നെ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ എനിക്ക് അന്നും ഇന്നും ഒരു വിരോധവും ഇല്ല. അന്ന് ഞാൻ പറഞ്ഞ ഒറ്റ കണ്ടീഷൻ എന്ന് വെച്ചാൽ രാമനൊരു ജോലി വേണം. അന്ന് ഇവന് ജോലി ഇല്ലായിരുന്നു, അതുകൊണ്ട് ആ കല്യാണം നടന്നില്ല. ഇന്നും ഇവന് ജോലിയില്ല. ഞാൻ പറയട്ടെ, എന്റെ വിഷമം പറയട്ടെ. ഇന്ന് ഇവന് ജോലിയില്ല, എന്നിട്ട് ഇവൻ കള്ളം പറഞ്ഞാണ്, ജോലി ഉണ്ടെന്ന് കള്ളം പറഞ്ഞാണ് ആ കല്യാണം നടത്തിയിരിക്കുന്നത്. അതാണ് എന്റെ ദേഷ്യം. രവിയേട്ടാ, ഇങ്ങനെ പ്രഷർ കേട്ടിട്ട് വല്ല കാര്യമുണ്ടോ? കഴിയാനുള്ളതൊക്കെ കഴിഞ്ഞില്ലേ? കൂളാവും. അതെ, നീ പറഞ്ഞ ശരിയാണ്, ഞാൻ കൂളാവണം. ഇവിടെ എന്തോ ആവാ. എന്തെങ്കിലും രവിയുടെ വാക്കിന് അന്നും ഇന്നും ആർക്കും ഒരു വിലയില്ലല്ലോ. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ആയിക്കോളെ. ആണ്ട് പോയി പണങ്ങി പോയി. അങ്കിളെ, അച്ഛൻ പറയുന്നതിൽ കാര്യമുണ്ട്. അച്ഛന്റെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് ഞങ്ങൾ 3 പേരും ഒരു കാര്യം ഇതുവരെ ചെയ്തിട്ടില്ല. എങ്ങനെയെങ്കിലും ഈ പ്രശ്നം സോൾവ് ചെയ്തെടുത്തോ. ഞാൻ ഇപ്പൊ എന്തോ വേണമെന്നാണ് സോറി പറയണം. അത് ഇനി അച്ഛന്റെ കാല് പിടിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സോറി പറഞ്ഞേ പറ്റൂ. ഞാൻ പറഞ്ഞല്ല, ഞാൻ ഇനിയും പറയാം. ജോലിയുടെ കാര്യവും ഇത്രയും പെട്ടെന്നൊരു ജോലി നേടണം. ഈ രണ്ടും മാത്രമേ ഉള്ളൂ സൊല്യൂഷൻ. ഒരു ജോലി നേടുക, ഒരു സോറി പറയുക. ഈ പ്രശ്നം സോൾവ് ചെയ്യണം. ഈ പ്രശ്നം ഇവിടെ വെച്ച് സോൾവ് ചെയ്തേ പറ്റൂ. മനുഷ്യര് രണ്ടുപേരും സ്നേഹിച്ച അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഈ നാട്ടില്. ഇല്ല ഇല്ല, അതൊന്നും ഇവിടെ പറ്റില്ല. പറ്റൂലേ? എന്നാ അപ്പുറത്തെ നാട്ടിൽ പോയി ജീവിക്കാം. കാര്യം വരുമ്പോ കൊഞ്ഞനെ കുത്തി കാണിക്കല്ലേ. സുന്ദരി പാടറാപ്പനെ എന്തോന്നു പോവാ. എന്തിന്? കാല് പിടിക്ക. ഞാൻ ഇത്രയും ഞാൻ ചെയ്തില്ല, ഇനി ഞാൻ കാലി ഇനി ഞാൻ പിടിക്കാം. എന്തോന്നാവും. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.